ഇതിനിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. കേവല തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട കാര്യമേ അല്ല, ഇത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എന്നുള്ളതല്ല, നമ്മൾ ആഗോള തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പൽ അപകടങ്ങളും ഓയിൽ സ്പില്ലും ഒക്കെ എടുത്താൽ ആ ബന്ധപ്പെട്ട മേഖലയുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ള കോട്ടം അത് എത്രമാത്രമാണ്, അതിൻ്റെ പ്രത്യാഘാതം എത്രമാത്രമാണ്, അത് എത്ര വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ്, അത് ക്ലീൻ ചെയ്യാൻ എത്ര പണമാണ് ആവശ്യം, ഈ ഡാമേജ് കൺട്രോളിന് എത്ര തുക വേണം, ഇതൊക്കെ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം. ഇങ്ങനെ നമ്മൾ ആഗോളതലത്തിൽ ഇതിനു മുമ്പ് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള തീരത്ത് അറബിക്കടലിൽ 2 തവണ കപ്പൽ ഛേദം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അങ്ങ് പൊക്കോട്ടെ, ഒരു അപകടമല്ലേ എന്നുള്ള ഒരു ലാഘവത്വം നിറഞ്ഞ സമീപനമാണോ കാണുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അഭിലാഷ്, ഇവിടെ നമ്മൾ ഒരുപാട് കപ്പൽ അപകടങ്ങളെക്കുറിച്ച്, പല പ്രദേശങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അവിടങ്ങളിലൊക്കെ ഒരു തവണ ഒരു അപകടമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ തീരത്ത് ഒരു 10-16 ദിവസത്തിനാണ് ഇടയിൽ, മെയ് 24-ലാണ് പിന്നെ MSC കപ്പൽ അപകടം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 16 ദിവസം പിന്നിടുമ്പോൾ അടുത്ത അപകടം കൂടി ഉണ്ടാകുമ്പോൾ അത് ഒരു തീർച്ചയായിട്ടും അതൊരു ആകസ്മികം തന്നെ ആയിരിക്കും, കോയിൻസിഡൻഷ്യലായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മുടെയൊക്കെ ഒരു കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മുടെ തീരപ്രദേശത്തെ അത് ഹാനികരമായി ബാധിക്കാതിരിക്കാനുള്ള ദീർഘവീക്ഷണത്തിലൂന്നിയ നടപടികൾ, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ, തീരപ്രദേശത്തെ രക്ഷിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരാണ് അടിയന്തരമായിട്ട് കൈക്കൊള്ളേണ്ടത്. പക്ഷേ ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം കാണുമ്പോൾ ഈ ഉൾനാടൻ തീരത്തെ ഈ കോസ്റ്റൽ കോർപ്പറേറ്റ് ഈ ബെൽറ്റിലെ ഈ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് രംഗത്തെ ഒരു ചാതുർവർണ്ണ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു ദാസന്മാരായിട്ട് കേരളത്തിൻ്റെ സർക്കാർ മാറുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 2010 മഹാരാഷ്ട്രയിൽ അപകടം ഉണ്ടായപ്പോൾ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം അവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേസെടുത്തപ്പോഴാണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഏതായാലും ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്, എന്നാൽ സാമ്പത്തികമായിട്ടൊരു പാക്കേജും ഒരു സുരക്ഷയും പരമാവധി എന്ത് ചെയ്യാൻ കഴിയും ആഫ്റ്റർ ഡിസാസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഈ കേരള സർക്കാരിൻ്റെ സമീപനം അത് അത്യന്തം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ വളരെ ചുണയോടുകൂടി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയേ തീരൂ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരദേശമാണ് നശിക്കുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ 20% ജനങ്ങൾ വസിക്കുന്നത് തീരദേശത്താണ്. തീരദേശം അല്ലെങ്കിൽ തകർന്നു കിടക്കുകയാണ്, അല്ലെങ്കിൽ ദുർബല, പിന്നെ ഗർഭിണിയും എന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി 12 മണി മുതൽ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. പിന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു തരത്തിലുള്ള മത്സ്യബന്ധനത്തിനും അവിടെ സാധ്യമല്ല. അവിടെ അവരുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലേക്ക് കുടിശ്ശികയായിട്ട് വലിയ ഗഡുക്കൾ നിൽക്കുകയാണ്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവർക്ക് അവരുടെ ക്ഷേമനിധിയുടെ തുക പോലും കിട്ടുന്നില്ല. തീരപ്രദേശം മുഴുവൻ ഒലിച്ചു പോവുകയാണ്. അവിടെയാണ് 12 ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ ഈ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. പാവപ്പെട്ട അവിടുത്തെ ജനതയെ ആട്ടിയോടിക്കുന്ന തരത്തിൽ ഫിഷറീസ് വകുപ്പും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു മഹാവിപത്ത് ഡെമോക്ലിസിൻ്റെ വാള് പോലെ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. അത് പറിച്ചെറിഞ്ഞ് തീരദേശ നിവാസികളെ രക്ഷിക്കാൻ, അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവിടുന്ന് തുരത്തി ഓടിക്കേണ്ടവരല്ല അവർ എന്നൊരു ബോധം കേരളത്തിലെ സർക്കാരിന് വേണം. സമീപനമാണ് കേരള സർക്കാരിന് വേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം.